Welcome to today's class. Today we will discuss the variation of molar conductivity of strong electrolyte with concentration. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ മോളാർ കണ്ടക്ടിവിറ്റി കോൺസെൻട്രേഷൻ അനുസരിച്ച് എങ്ങനെ മാറുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ് വിത്ത് ഡൈല്യൂഷൻ. ഡൈല്യൂഷൻ അനുസരിച്ച് മോളാർ കണ്ടക്ടിവിറ്റി കൂടും. എന്താണ് ഇതിന് കാരണം? ഡ്യൂ ടു ദ ഇൻക്രീസ് ഇൻ അയോണിക് മൊബിലിറ്റി ഡ്യൂ ടു ദ ഡിക്രീസ് ഇൻ അയോണിക് ഇന്ററാക്ഷൻ. അയോണും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് കുറയുന്നതിലൂടെ അയോൺസിന്റെ മൂവ്മെന്റ് കൂടുന്നത് കൊണ്ടാണ് ഡൈല്യൂഷൻ കൂടുമ്പോൾ മോളാർ കണ്ടക്ടിവിറ്റി കൂടുന്നത്. ഡൈല്യൂഷൻ കൂടുമ്പോൾ അയോണും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് കുറയും. അപ്പോൾ അയോൺസിനെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനുള്ള സാഹചര്യം കൂടുതലായി ഉണ്ടാകും. അതുവഴി അവയുടെ കണ്ടക്ടിവിറ്റി കൂടും. എന്ന് പറഞ്ഞാൽ മോളാർ കണ്ടക്ടിവിറ്റി കൂടും എന്നുള്ളതാണ്. And this can be represented by an equation known as Debye-Huckel-Onsager equation. That is, molar conductivity lambda m is equal to minus a into square root of c plus lambda m0 എന്നുള്ളതാണ്. ഇക്വേഷൻ ഇവിടെയുണ്ട്. lambda m is equal to lambda minus a into c raised to half plus lambda m0. c raised to half എന്ന് പറയുന്നതാണ് square root of c. So that is lambda m is equal to minus a into square root of c plus lambda m0. ഇനി ഓരോ ടേമുകളും എന്താണെന്ന് നോക്കാം. ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. ലാംഡ m0 മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ എന്നതാണ്. ഈ ഇക്വേഷനെ വിളിക്കുന്ന പേരാണ് ഡിബൈ-ഹക്കൽ-ഓൺസാഗർ ഇക്വേഷൻ. അപ്പോൾ ഡൈല്യൂഷൻ കൂടുന്നതിനനുസരിച്ച് മോളാർ കണ്ടക്ടിവിറ്റി കൂടാൻ കാരണം അയോണിക് ഇന്ററാക്ഷൻ കുറയുന്നതിലൂടെ അയോൺസ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നു എന്നതുകൊണ്ടാണ്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷനെ പറയുന്ന പേരാണ് ഡിബൈ-ഹക്കൽ-ഓൺസാഗർ ഇക്വേഷൻ. can be given as lambda m is equal to minus a into square root of c plus lambda m0, where lambda m is the molar conductivity at a particular instant. lambda മൈനസ് എ അല്ലെങ്കിൽ എ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, സി എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ആണ്, ലാംഡ m0 എന്ന് പറയുന്നത് മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ ആണ്. ഇനി പറയാൻ പോകുന്നത് what will happen to a strong electrolyte. How we can calculate the molar conductivity at infinite dilution for a strong electrolyte. ഒരു strong electrolyte ന്റെ ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ ഉള്ളതായ മോളാർ കണ്ടക്ടിവിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് പറയുന്നത്. അതിനായിട്ട് വി ഹാവ് ടു പ്ലോട്ട്. നമുക്ക് പ്ലോട്ട് ചെയ്യണം ഒരു ഗ്രാഫ്. ആരെഗനിസ്റ്റ് ആയിട്ട്? മോളാർ കണ്ടക്ടിവിറ്റി എഗനിസ്റ്റ് സ്ക്വയർ റൂട്ട് ഓഫ് സി. കോൺസെൻട്രേഷന്റെ സ്ക്വയർ റൂട്ടിന് എഗനിസ്റ്റ് ആയിട്ട് മോളാർ കണ്ടക്ടിവിറ്റിയെ പ്ലോട്ട് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ലൈക്ക് ദിസ്. രണ്ട് പോയിന്റുകൾ എന്തെങ്കിലും വേണം ഒരു ഗ്രാഫ് വരയ്ക്കാനായിട്ട്. അപ്പൊ 3 പോയിന്റ്സ് ഉണ്ട്. ഇൻടു മാർക്ക് എന്ന് പറയുന്ന പോയിന്റുകളാണ്. അപ്പോൾ നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ഇതുപോലെ കിട്ടും. ഒരു ലൈൻ ഗ്രാഫ് ഇതുപോലെ കിട്ടും. ഈ ലൈൻ ഗ്രാഫിനെ if we extrapolate to the conductivity axis, ഇതിനെ നമ്മൾ കണ്ടക്ടിവിറ്റി ആക്സിസിലേക്ക് എക്സ്ട്രാപൊളേറ്റ് ചെയ്താൽ the intercept, ഇവിടെ ഈ ആക്സിസിൽ വരുന്നതായി ഈ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നതാണ് ലാംഡ m0 എന്ന് പറയുന്നത്. സ്ലോപ്പിൽ നിന്ന് നമുക്ക് മൈനസ് എയുടെ വാല്യൂ ലഭിക്കും. അപ്പോൾ when we are plotting molar concentration against the square root of concentration, we will get a straight line graph for the strong electrolyte, and when we extrapolate that graph to the conductivity axis, the intercept at this particular axis corresponds to lambda m0. Limiting molar conductivity or molar conductivity at infinite dilution will be obtained. അതായത് മോളാർ കണ്ടക്ടിവിറ്റി കോൺസെൻട്രേഷന്റെ സ്ക്വയർ റൂട്ട് എഗനിസ്റ്റ് ആയിട്ട് പ്ലോട്ട് ചെയ്യുമ്പോൾ ഒരു രൂപത്തിലുള്ളതായ ഒരു ഗ്രാഫ് നമുക്ക് ലഭിക്കും. അതിനെ നമ്മൾ ഈ കണ്ടക്ടിവിറ്റി ആക്സിസിലേക്ക് കൊണ്ടുവന്ന് മുട്ടിക്കുമ്പോൾ ഈ കണ്ടക്ടിവിറ്റി ആക്സിസിൽ വന്ന് മുട്ടുന്നതായ പർട്ടിക്കുലർ പോയിന്റ് എന്ന് പറയുന്നതാണ് മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ. ഗ്രാഫിന്റെ സ്ലോപ്പിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് മൈനസ് എയുടെ വാല്യൂ നമുക്ക് ലഭിക്കും. ഇങ്ങനെയാണ് നമുക്ക് അതിന് ആ വാല്യൂ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? molar conductivity at infinite dilution for a strong electrolyte will be obtained. ഇതാണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ ഉള്ളതായ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് we are going to discuss
the variation of molar conductivity of weak electrolyte with concentration. കോൺസെൻട്രേഷൻ അനുസരിച്ച് വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ മോളാർ കണ്ടക്ടിവിറ്റി എങ്ങനെ മാറും എന്നാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ ഡൈല്യൂഷൻ കൂടുന്നതിനനുസരിച്ച് കണ്ടക്ടിവിറ്റി കൂടുമെങ്കിലും അത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ അത്രയും വലുതായിട്ടല്ല. ദ കണ്ടക്ടിവിറ്റി ഓഫ് ദ വീക്ക് ഇലക്ട്രോലൈറ്റ് ഈസ് കമ്പാരിറ്റീവ്ലി ലെസ് on dilution compared to that of strong electrolyte. For example, we are considering acetic acid. Acetic acid എന്ന് പറയുന്ന ഒരു ആസിഡിനെ നമ്മൾ ഡൈല്യൂഷൻ നടത്തി കഴിഞ്ഞാൽ, since it is a weak electrolyte, it will not dissociate completely into the respective cation and anion. As a result, what will happen? Some fractions of some amount of acetic acid will remain undissociated. അതുകൊണ്ടാണ് അവയെ weak electrolyte എന്ന് പറയുന്നത്. ഈ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ നമ്മൾ ഓൺസാഗർ ഇക്വേഷൻ ഉപയോഗിച്ച് മോളാർ കണ്ടക്ടിവിറ്റിയെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, when we plot molar conductivity against square root of concentration, we are getting a graph like this. ഇങ്ങനെ ഒരു ഗ്രാഫ് ആണ് നമുക്ക് ലഭിക്കുന്നത്. ലാംഡ എമ്മിനെ സ്ക്വയർ റൂട്ട് ഓഫ് സിക്ക് against ആയിട്ട് പ്ലോട്ട് ചെയ്യുമ്പോൾ ഈ തരത്തിലുള്ള ഒരു ഗ്രാഫിനെ നമുക്ക് ലഭിക്കും. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു എക്സ്ട്രാപോളേറ്റ്. ഇതിനെ എക്സ്ട്രാപോളേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഇതിനെ എക്സ്ട്രാപോളേറ്റ് ചെയ്യാൻ എന്നിൽ നിന്ന് വേണം എക്സ്ട്രാപോളേറ്റ് ചെയ്യാൻ. ഇങ്ങനെ മേളിലോട്ട് പോകത്തേ ഉള്ളൂ. ഇറ്റ് നെവർ മീറ്റ് ഓൺ ദ കണ്ടക്ടിവിറ്റി ആക്സിസ്. കണ്ടക്ടിവിറ്റി ആക്സിസിൽ വന്ന് മുട്ടത്തില്ല. കണ്ടക്ടിവിറ്റി ആക്സിസിൽ വന്ന് മുട്ടുന്നതായ ആ പോയിന്റ് ആണ് എന്ത്? ലാംഡായം സീറോ അല്ലെങ്കിൽ ലാംഡായം ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ നമുക്ക് യാതൊരു കാരണവശാലും ഡിവൈഹക്കൽ-ഓൺസാഗർ ഇക്വേഷൻ ഉപയോഗിച്ച് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. സിൻസ് ദ നേച്ചർ ഓഫ് ദ ഗ്രാഫ് ഒബ്റ്റെയിൻഡ് ഈസ് എ പാരാബോളിക് വൺ വെൻ വി ആർ പ്ലോട്ടിംഗ് മോളാർ കണ്ടക്ടിവിറ്റി അഗൈൻസ്റ്റ് സ്ക്വയർ റൂട്ട് ഓഫ് കോൺസെൻട്രേഷൻ. So there should be an alternative method for that. That is called as Kohlrausch's law. അതിനു വേണ്ടിയിട്ട് കൊണ്ടുവന്നതായ ലോ ഉണ്ട്. ആ ലോയെ വിളിക്കുന്ന പേരാണ് Kohlrausch's law. In order to calculate the molar conductivity at infinite dilution of a weak electrolyte, we are using Kohlrausch's law. Kohlrausch's law of independent migration of ions എന്നാണ് പറയുന്നത്. വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ഇൻഫിനിറ്റ് ഡൈല്യൂഷനുള്ള മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലോയുടെ പേരാണ് Kohlrausch's law. മുഴുവൻ പേര് Kohlrausch's law ഓഫ് ഇൻഡിപെൻഡന്റ് മൈഗ്രേഷൻ ഓഫ് അയോൺസ് എന്നാണ്. എങ്ങനെയാണ് ഈ ലോ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്? The limiting molar conductivity or molar conductivity of a weak electrolyte at infinite dilution is equal to the sum of the molar conductivities of cations and anions at infinite dilution. ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ഇൻഫിനിറ്റ് ഡൈല്യൂഷനിലുള്ളതായ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് കാറ്റയോൺസിന്റെയും ആനിയോൺസിന്റെയും ഇൻഫിനിറ്റ് ഡൈല്യൂഷനിലുള്ളതായ മോളാർ കണ്ടക്ടിവിറ്റിയുടെ സമ്മിന് തുല്യമായിരിക്കും എന്നതാണ്. The limiting molar conductivity of a weak electrolyte is equal to the sum of the molar conductivities of its cations and anions at infinite dilution and can be represented by the equation lambda m0 is equal to v plus lambda 0 plus v minus lambda 0 minus. അപ്പോൾ എന്താണ് v പ്ലസ് എന്നും v മൈനസ് എന്നും പറയുന്നത്? പ്ലസ് number of cations. V plus is the number of cations. V minus is the number of anions. Lambda 0 plus and lambda 0 minus are the molar ionic conductance at infinite dilution എന്നുള്ളതാണ്. അപ്പോൾ lambda m0 molar conductivity at infinite dilution. Molar conductivity at infinite dilution is equal to V plus lambda 0 plus V minus lambda 0 minus എന്നുള്ളതാണ്. ഇതാണ് Kohlrausch's law എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ച് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ഇൻഫിനിറ്റ് ഡൈല്യൂഷനിലുള്ള മോളാർ കണ്ടക്ടിവിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. Then what is the applications of this Kohlrausch's law? Kohlrausch's law has got so many applications. We are discussing 3 applications, and the first one is that calculation of molar conductivity at infinite dilution of a weak electrolyte. വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ ഉള്ളതായ മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് ഈ Kohlrausch's law ഉപയോഗിക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തേത് കാൽക്കുലേഷൻ ഓഫ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് എ വീക്ക് ഇലക്ട്രോലൈറ്റ്. ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ഡൈല്യൂഷനിൽ എത്രമാത്രം ഡിസോസിയേറ്റ് ചെയ്ത് പോയി എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ ലോ ഉപയോഗിക്കാം. ഒരു ഇക്വേഷൻ ഉണ്ട് ആൽഫ. ആൽഫ ഈസ് കോൾഡ് ദ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ്. The degree of dissociation.
degree of dissociation alpha is equal to lambda m by lambda m0. Lambda m എന്ന് പറഞ്ഞാൽ molar conductivity. molar conductivity infinite dilution കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് degree of dissociation, and alpha is known as the degree of dissociation. മൂന്നാമത്തേത് calculation of dissociation constant of a weak electrolyte. ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സാധിക്കും. K is equal to dissociation constant K is equal to C alpha square divided by 1 minus alpha. C alpha square divided by 1 minus alpha. Alpha എന്ന് പറഞ്ഞാൽ നമുക്കറിയാം degree of dissociation. K എന്ന് പറഞ്ഞാൽ നമുക്കറിയാം it is the dissociation constant. അപ്പോൾ ഇതാണ് Kohlrausch's lawയുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് പറയാൻ ശ്രമിച്ചത് the variation of molar conductivity of strong electrolyte, weak electrolyte with concentration, as well as Kohlrausch's law and its application. Hope you understand the topic. Subscribe the channel. Have a nice day.